സ്കെയിലായിരിക്കും വരുന്നത്. ബാൻഡ് 7 വരുമ്പോൾ അതിലും കുറച്ച് കൂടുതലായിരിക്കും. നഴ്സിംഗ് പ്രാക്ടീഷണറിൻ്റെ ഒരു ആനുവൽ സാലറി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 7 lakh per annum. Hi friends, welcome back to my channel. Let me introduce myself. I'm Anida. I'm a nurse by profession. Today I'm here with an interesting topic for those who just completed their nursing degree, or those who are just looking for a better job, or those who just have a dream job abroad. This video will definitely help them to find a better job and to fulfill their career. നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് ഒരു പുതിയ ജോലിക്കായിട്ട് ഒരു എക്സ്പീരിയൻസിനായിട്ട് എവിടെ കയറണം എന്ന്, അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും പോകുന്ന കാര്യത്തെ പറ്റിയൊക്കെ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നൊരു സമയമായിരിക്കാം അപ്പം അങ്ങനെ. പക്ഷേ നഴ്സിംഗ് കഴിഞ്ഞ് വളരെ നല്ല കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ആ ഒരു കരിയർ ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട് എന്നതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാനിത് ഇന്ന് ചെയ്യുന്നത്. ഡ്രീം ജോബ് എന്ന് പറയുമ്പം ഒരു ബെറ്റർ സാലറി ഉള്ള ഒരു ജോബ് ചെയ്യാനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഗവൺമെൻറ്റിൽ ഇപ്പോൾ ഒരു സ്റ്റാഫ് നഴ്സ്, അതായത് DME സ്റ്റാഫ് നഴ്സായിട്ട് കയറുമ്പം ഒരു ബെറ്റർ സാലറി നിങ്ങൾക്ക് കിട്ടും. അത് വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കാനും സെറ്റിൽ ചെയ്യാനും നല്ലതായിരിക്കും. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുമ്പോൾ കയറിയുന്ന ഒരാൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുമ്പോൾ വളരെ കുറവാണ്. പക്ഷേ കമ്പയറിങ് ടു ഒരു 10 വർഷം മുന്നേ ഉള്ള ഒരു കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് സാലറിയുടെ കേസുകളിൽ. പക്ഷേ നമ്മൾ ഗവൺമെൻറ് ജോബ് വെച്ച് നോക്കുമ്പം കുറവാണ്. അപ്പം ഇപ്പം എല്ലാവരും ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ചിലർക്ക് DME അല്ലെങ്കിൽ പിന്നെ മറ്റ് ഗവൺമെൻറ് എക്സാമുകളൊക്കെ എഴുതുമ്പോൾ കിട്ടി ഉടനെ തന്നെ ഗവൺമെൻറ് ജോലിയിൽ കയറുന്നവരുണ്ട്. ബട്ട് ഈ ഗവൺമെൻറ് ജോലിയിൽ എഴുതിയിട്ട് കിട്ടാതെ വരുന്നവർ അവർക്ക് പെട്ടെന്നൊരു ജോബ് വേണമെന്നുള്ള ഇതിൽ അവരുടനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കയറും. ഒരു 1 year എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാനായിട്ടും ഒരു 1 year എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം വിദേശത്തേക്കൊക്കെ പോകാനായിട്ട് അവർ BSc നഴ്സിംഗ് ഡിഗ്രി ചെയ്തത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലായിരുന്നു, ട്രിവാൻഡ്രം നഴ്സിംഗ് കോളേജിൽ. അതിന് ശേഷം എനിക്ക് 1 year ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായിട്ട് എനിക്ക് അവിടെ തന്നെ ചെയ്യാൻ പറ്റി. അതിന് ശേഷം പിന്നെ ഒരു DME ടെമ്പററി സ്റ്റാഫായിട്ട് എനിക്ക് അവിടെ 1 year വീണ്ടും കിട്ടി. അങ്ങനെ 2 year എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതിനിടയിൽ DME സ്റ്റാഫ് നഴ്സ് എക്സാമൊക്കെ എഴുതി. പക്ഷേ നമുക്ക് അതിലെനിക്ക് നല്ലൊരു സ്കോർ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എയിംസ് എക്സാമുകളൊക്കെ എഴുതി നോക്കി, ഒന്നിനും കിട്ടിയില്ലായിരുന്നു. റെയിൽവേ എഴുതി, അത് കിട്ടിയില്ല. പിന്നെ ഞാൻ പിന്നെ ഞാൻ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ OETയിലേക്ക് നോക്കുന്നത്. OET നോക്കി ഇങ്ങനെ വരുമ്പോഴാണ് പിന്നെ കോവിഡ് വരുന്നത്. കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും താറുമാറായി. അതിന് ശേഷമാണ് ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇവിടെ കയറാൻ നോക്കി. ഒരു 1 month നിന്നതേ ഉള്ളൂ. അതിന് ശേഷം പിന്നെ എനിക്ക് ഒരു നമ്മുടെ MLSP എന്ന് പറഞ്ഞ വേറെ ഒരു പോസ്റ്റിൽ എനിക്ക് അത് സ്റ്റാഫ് നഴ്സിൻ്റെ അതേ ഒരു റോൾസ് തന്നെയാണുള്ളത്. MLSP ആയിട്ട്, അതായത് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിൽ എനിക്ക് അടുത്ത് തന്നെ എനിക്ക് കിട്ടി. അപ്പം ആ പോസ്റ്റിലിരിക്കുമ്പോഴാണ് ഞാൻ OET എക്സാം എഴുതുന്നത്. അപ്പോൾ എക്സാം എഴുതി എനിക്ക് ഞാൻ UK പോകുന്നത്. ഇത് വെച്ചിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ടു ചൂസ്. സോ ഇതിപ്പോൾ നമ്മളുടെ ഏതാണ് നമുക്ക് ബെറ്റർ എന്ന് നമ്മൾ തന്നെ വിലയിരുത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റണം. അപ്പം നമ്മൾ വിചാരിക്കും കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പോസ്ഡ് ആവുമ്പം നമുക്ക്
അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പം നമുക്ക് അറിയാൻ ഒക്കും നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം നിങ്ങളിപ്പം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന, അതായത് എബ്രോഡ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ജസ്റ്റ് 1 ഇയർ അല്ലെങ്കിൽ മിനിമം 1 ഇയർ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പം മിനിമം 1 ഇയർ നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുക. ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്ത് 1 ഇയർ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് യൂറോപ്യൻ കൺട്രീസ്, അതായത് UK, അയർലൻഡ്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള കൺട്രീസിലൊക്കെ നമുക്ക് പോവാം 1 ഇയർ എക്സ്പീരിയൻസ് വെച്ച്. പിന്നെ ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ 2 ഇയർ അല്ലെങ്കിൽ 3 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. സൗദി അറേബ്യ, പിന്നെ ദുബായ്, ഇതൊക്കെ 3 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നതുണ്ട്. പിന്നെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ DME സ്റ്റാഫ് നഴ്സായിട്ട് DME ഉണ്ട്, DHS ഉണ്ട്, പിന്നെ റെയിൽവേ ഉണ്ട്, പിന്നെ എയിംസ് ഉണ്ട്, പിന്നെ പിച്ച്മർ, ജിപ്മർ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമുകളുണ്ട്. ഇതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാഫ് നഴ്സായിട്ട്, നഴ്സിംഗ് ഓഫീസറായിട്ട് ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ട് നമുക്കെന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു ഡിഗ്രി എടുത്തതിന് ശേഷം ചിലർക്ക് ഫർദർ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും. അതായത് ഒരു MSc നഴ്സിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പം MSc ചെയ്യാനുള്ള ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ എക്സാമുകളുണ്ട്. എൻട്രൻസ് എക്സാം എഴുതുക, എന്നിട്ട് MScക്ക് പോകാം. പിന്നെ ചിലർക്ക് ഈ MPhil ചെയ്യാൻ, PhD എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കാണെങ്കിൽ പബ്ലിക് ഹെൽത്തിൻ്റെ തന്നെ മാസ്റ്റർ ഡിഗ്രീസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഓപ്ഷനുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നഴ്സിംഗ് എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ നഴ്സിംഗ് കരിയർ ചെയ്യുന്നതാണ് ഈ പറഞ്ഞത്. പിന്നെ വരുന്നത് പിന്നെ ഈ നഴ്സിംഗ് റോളിലേക്ക് വരുവാണെങ്കിൽ, അതായത് ഒരു നഴ്സ് എന്ന് പറയുമ്പം രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ് നമ്മളെവിടെ ഏത് ഹോസ്പിറ്റലുകളിലായാലും ഒരു കമ്മ്യൂണിറ്റി സെറ്റപ്പിലായാലും ക്ലിനിക്കിലായാലും നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയുമ്പം അവർ ചെയ്യേണ്ടുന്ന ചില ക്ലിനിക്കൽ റോൾസ് അവർക്കുണ്ടായിരിക്കും. അതായത് പേഷ്യൻ്റ് ഹെൽത്ത് നോക്കുക, പേഷ്യൻ്റ് കെയർ, അതായത് ഹോളിസ്റ്റിക് ആയിട്ടുള്ള പേഷ്യൻ്റ് കെയർ, പേഷ്യൻ്റ് ഹെൽത്ത്, വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യുന്നത്, പിന്നെ പേഷ്യൻറ്റിൻ്റെ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത്, പിന്നെ മറ്റ് ഹോളിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ക്ലിനിക്കൽ റോളിൽ വരുന്നത്, രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ക്ലിനിക്കൽ റോൾസിൽ വരുന്നത്. അപ്പം ഇതനുസരിച്ചിട്ട് നമ്മൾ ഏത് സെറ്റിങ്ങിൽ നമ്മൾ നിൽക്കുന്നോ അതനുസരിച്ച് നമ്മുടെ റോള് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ഒരു ICUവിൽ നിൽക്കുമ്പോഴത്തേന് അവിടെ ചെയ്യേണ്ടുന്ന റോൾ എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റാണ്. 1:1 റേഷ്യോ അല്ലെങ്കിൽ പേഷ്യൻ്റ് സെൻറ്റേർഡ് കെയർ അതവിടെ കൂടുതലായിരിക്കും. ക്വാളിറ്റി കെയർ നമ്മൾ കൊടുക്കുമ്പം അതനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടുന്ന ജോലിയുടെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പം അവർക്ക് പേഷ്യൻറ്റിന് കിട്ടേണ്ടുന്ന ക്വാളിറ്റി അത് കൂടുതലായിരിക്കും. അപ്പം ഡിഫറെൻ്റ് റോളാണ് അവിടെ വരുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഡിഫറെൻ്റ് സെറ്റിങ്സിൽ, ഡൈവേഴ്സ് സെറ്റിങ്സിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം, ക്ലിനിക്സിൽ വർക്ക് ചെയ്യാം, പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ. ആനുവൽ സാലറി ഇന്ത്യയിൽ അറൗണ്ട് 4.3 lakh per annum ആണ്. അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നോക്കുവാണെങ്കിൽ അത് അറൗണ്ട് $93 per annum ആണ് വരുന്നത്. UK-യിലാണെങ്കിൽ അത് 28,000 to 36,000 pound per annum. That's for band 5 ആണ്. band 6 വരുമ്പം കുറച്ചും കൂടെ ഹയർ സാലറി സ്കെയിലായിരിക്കും വരുന്നത്. band 7 വരുമ്പോൾ അതിലും കുറച്ച് കൂടുതലായിരിക്കും. സ്പെഷ്യലൈസ്ഡ് നേഴ്സസായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പം 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണ്. അതായത് ഒന്നുകിൽ ഒരു ICU ആകാം, അല്ലെങ്കിൽ വാർഡാകാം. അതായത് ഇപ്പം മെഡിക്കൽ സർജിക്കൽ വാർഡ്, അല്ലെങ്കിൽ പീഡിയാട്രിക് ഏരിയ, അല്ലെങ്കിൽ നമ്മളിപ്പം മെൻ്റൽ ഹെൽത്ത് വാർഡിലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓങ്കോളജി വാർഡിൽ. ഇതൊക്കെ അവിടെയൊക്കെ നമുക്ക് ഒരു 2 വർഷത്തെ അല്ലെങ്കിൽ മിനിമം ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടുക എന്നിരിക്കുക.
അവിടെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമുക്ക് ആ ഒരു ഏരിയയിൽ ഒരു സ്പെഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ആ ഒരു ഏരിയയിൽ പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾക്ക് ആ ഒരു ഏരിയയിൽ ഒരു സ്പെഷ്യലിസ്റ്റ് നഴ്സായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അത് ഇവിടെയും നമ്മുടെ നാട്ടിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, എബ്രോഡ് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നാട്ടിൽ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴത്തേനായിരുന്നാലും ഒരു നമ്മുടെ രജിസ്റ്റേർഡ് നേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പോകും. പിന്നെ ചിലപ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മൾ പുറത്തൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ആ ഒരു സ്പെഷ്യലൈസ്ഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പം നമുക്ക് ആ ഒരു സെറ്റിങ്ങിൽ മാത്രം നമുക്ക് വർക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു പെയിൻ കെയർ നേഴ്സ് ഉണ്ട്, പിന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെയിൻ കെയർ നേഴ്സ്, പിന്നെ ഒരു ഓങ്കോളജി നേഴ്സ്, അല്ലെങ്കിൽ ഒരു പാലിയേറ്റീവ് നേഴ്സാണ് മെയിൻ, ഓങ്കോളജി ഓർ പാലിയേറ്റീവ് നേഴ്സ്. ഇങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത ഏരിയസിൽ, അതായത് ഇപ്പം ജീറിയാട്രിക് നേഴ്സുണ്ട്, പിന്നെ പീഡിയാട്രിക് നേഴ്സുണ്ട്, പിന്നെ മെൻ്റൽ ഹെൽത്ത് നേഴ്സുണ്ട്. ഇങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാം. സ്പെഷ്യലൈസ് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കൂടുതൽ അതിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് ഒരു കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും, കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ അതിൽ കൂടുതൽ എക്സ്പേർട്ടാകും. അപ്പം നമ്മുടെ നാട്ടിലായാലും ഇപ്പം പീഡിയാട്രിക് വാർഡിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അത് നമ്മൾ അവിടെ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആകുകയാണ് ചെയ്യുന്നത്. പക്ഷെ പുറത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ അതിനനുസരിച്ച് സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളൊക്കെ ചെയ്ത് ഒരു 6 month കോഴ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് വേറൊരു സ്പെഷ്യൽ പോസ്റ്റിലോട്ട് അവർക്ക് മാറാം. അതനുസരിച്ച് അവർക്ക് ഹൈ പേയും അവിടെ ഉണ്ടായിരിക്കും. അതർ ഓപ്ഷനാണ് ഹോം ഹെൽത്ത് കെയർ നേഴ്സ്. അത് പബ്ലിക് ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഹോം ഹെൽത്ത് കെയർ നേഴ്സ്. അതായത് ഒരു പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ ചെന്ന് പേഴ്സണലൈസ്ഡ് കെയർ കൊടുക്കുന്നതിന്. നമ്മുടെ നാട്ടിലും അതങ്ങനെ ഉണ്ട്. അതായത് GPHN, പിന്നെ പബ്ലിക് ഹെൽത്ത് നേഴ്സ് എന്ന പൊസിഷനൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലും. നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതായത് പ്രാക്ടീസ് റോൾസിൽ എന്ന് പറയുമ്പം നമുക്ക് കുറച്ചും കൂടെ ക്ലിനിക്കൽ ലെവലിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതെന്ന് പറയുമ്പോൾ ഇപ്പം നഴ്സിൻ്റെ മെയിൻ ജോബ് ഞാൻ ആദ്യമേ പറഞ്ഞു, അതായത് പേഷ്യൻ്റ് കെയർ, അഡ്മിനിസ്റ്റർ മെഡിക്കേഷൻസ്, പിന്നെ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ, ഇങ്ങനെയൊക്കെ വൈറ്റൽസ് ചെക്ക് ചെയ്യുന്നതൊക്കെയാണ് ഒരു രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത്. ഒരു അഡ്വാൻസ്ഡ് റോൾ എന്ന് പറയുമ്പോൾ ഒരു ക്ലിനിക്കൽ പ്രാക്ടീഷണർ ഉണ്ടല്ലോ, അവരുടെ തന്നെ ഒരു ജനറൽ പ്രാക്ടീഷണറിൻ്റെ റോള് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെയാണ് അഡ്വാൻസ്ഡ് റോൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ചില പൊസിഷൻസ് ഉണ്ട്. അതാണ് ഒന്നാമത്തേതാണ് നേഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. നേഴ്സ് പ്രാക്ടീഷണറിന് മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യാം, ഡയഗ്നോസ് ചെയ്യാം, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഇത്രയും റോൾസ് അവർക്ക് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ ഡയഗ്നോസ്, ട്രീറ്റ് ആൻഡ് പ്രിസ്ക്രൈബ് മെഡിക്കേഷൻസ് ലൈക്ക് ഡോക്ടേഴ്സ്. അവരുടെ ആനുവൽ സാലറി എന്ന് പറയുമ്പോൾ നഴ്സിനേക്കാളും കൂടുതലായിരിക്കും. ഇന്ത്യയിൽ നഴ്സിംഗ് പ്രാക്ടീഷണറിൻ്റെ ഒരു ആനുവൽ സാലറി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 7 lakh per annum ആണ്. US ഒരു $1 lakh ഉണ്ട്. ആനുവൽ സാലറിയാണ് 1 lakh above ഡോളറാണ്. മറ്റൊരു പൊസിഷനാണ് സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നഴ്സ് അനസ്തറ്റിസ്റ്റ്. Certified registered nurse anesthetist. They can administer medications like anesthesia during the surgical procedures. അവരുടെ സാലറി എന്ന് പറയുമ്പം അറൗണ്ട് $2 lakh പെർ ആനം. അനദർ പൊസിഷൻ അല്ലെങ്കിൽ മറ്റു കരിയർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പം സർട്ടിഫൈഡ് നേഴ്സ് മിഡ് വൈഫായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. സർട്ടിഫൈഡ് നേഴ്സ് മിഡ് വൈഫ് എന്ന് പറയുമ്പം അവർ പ്രഗ്നൻസിയിലും പിന്നെ ചൈൽഡ് ബർത്തിൽ അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം ഈ മൂന്ന് സ്റ്റേജിലും ഹെൽപ്പ് ചെയ്യുന്നവരായിരിക്കും
ഈ മിഡ് വൈഫ് അവർ സർട്ടിഫൈഡ് ആയിട്ടുള്ളവരായിരിക്കും. അപ്പം ജസ്റ്റ് ലൈക്ക് ഇപ്പം UK ആണെങ്കിൽ പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, പോസ്റ്റ്മോർട്ടം ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് മിഡ് വൈഫുകൾ ആണ്. പിന്നെ ഒബ്സ്റ്ററ്റീഷ്യനൊക്കെ ഒരു ചെറിയ റോൾ മാത്രമേ ഉള്ളൂ. അതായത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പ്രഗ്നൻസി റിലേറ്റഡ് അസസ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ മിഡ് വൈഫാണ്. അപ്പം ഇതും ഒരു കരിയർ ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാം. സർട്ടിഫൈഡ് നേഴ്സ് മിഡ് വൈഫ്. നമ്മുടെ കരിയർ ഓപ്ഷനാണ് ക്ലിനിക്കൽ നേഴ്സ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സ്പെഷ്യലൈസേഷൻ ചെയ്യാമെന്ന്. നേഴ്സിങ്ങിന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. ആ സ്പെഷ്യലൈസ് ചെയ്യുന്നതിൽ ആണ് ക്ലിനിക്കൽ നേഴ്സ് സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം. അവർക്കെന്ന് പറയുമ്പം അഡ്വാൻസ്ഡ് കെയർ കൊടുക്കുന്നതിലും പിന്നെ ചിലത് അതായത് അഡ്വാൻസ്ഡ് കെയർ ഇൻ സ്പെഷ്യലൈസ്ഡ് ഏരിയാസിൽ അഡ്വാൻസ്ഡ് കെയർ കൊടുക്കാനായിട്ട് ഇവർക്ക് പറ്റും. അപ്പം ഇവർക്കെന്ന് പറയുമ്പം ഇത് ഒരു ഹയർ പൊസിഷനിലായിരിക്കും. ഇപ്പം UK ബാൻഡ് 6 ആയിട്ടുള്ളവർക്കായിരിക്കും ഈ ക്ലിനിക്കൽ നേഴ്സ് സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അവർക്ക് ക്ലിനിക്കൽ സൈഡിലും അവർക്ക് വർക്ക് ചെയ്യണം, അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും വർക്ക് ചെയ്യാം, അവർക്ക് എഡ്യൂക്കേറ്റർ ലെവലിലും വർക്ക് ചെയ്യാം. കാരണം അവർക്ക് അവരുടെ കീഴിലുള്ള, അതായത് ബാൻഡ് 5 ആയിട്ടുള്ളവരെ അവർക്ക് പഠിപ്പിക്കാം. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം അങ്ങനെ ഉള്ളവർക്ക്, ആ പൊസിഷനിലുള്ള ഒരു മെയിൻ റോളിൽ വരുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ലീഡർഷിപ്പ് റോൾസ്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നമുക്ക് ആ ഒരു റോളിലോട്ട് നമുക്ക് മാറാം. അത് ചിലവരാണെങ്കിൽ അതിന് ഈ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് റോളിന് ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിലോട്ട് മാറുന്നവരുണ്ട്. അപ്പം ഇതും ഒരു ബെറ്റർ കരിയർ ഓപ്ഷനാണ്. അതായത് നമുക്ക് കൂടുതൽ നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നമുക്ക് മെയിൻ റോൾ എന്ന് പറയുമ്പോൾ മാനേജിങ് ദ നഴ്സിംഗ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് കെയർ ഫെസിലിറ്റീസ് ഇതായിരിക്കും അവരുടെ. ഹോസ്പിറ്റലുകളിലൊക്കെ കാണുന്നതാണ് നേഴ്സ് മാനേജർ, നേഴ്സ് അഡ്മിനിസ്ട്രേറ്റർ, ഡയറക്ടർ ഓഫ് നഴ്സിംഗ് അല്ലെങ്കിൽ ഡയറക്ടർ ചീഫ് നഴ്സിംഗ് ഓഫീസർ. ഒരു കരിയർ ഓപ്ഷൻ എന്ന് പറയുമ്പം എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പം MSc നഴ്സിംഗ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാം. അതായത് ലെക്ചറായിട്ട്, ഇപ്പോൾ ഒരു പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിലൊക്കെ ആണെങ്കിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ MSc നഴ്സിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അപ്പം അപ്പോൾ അത് ടീച്ചിങ് ഏരിയയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു പൊസിഷനിലോട്ട് നമുക്ക് പോകാം. പിന്നെ വരുന്നതാണ് റിസർച്ച് എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ ട്രയൽസിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ക്ലിനിക്കൽ റിസർച്ച് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. അത് സ്പെഷ്യലൈസ് ചെയ്ത് അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ, അങ്ങനെയുള്ള ഏരിയാസ് നമ്മൾ നോക്കി നമുക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് റിസർച്ചിൽ, ക്ലിനിക്കൽ ട്രയൽസിലൊക്കെ അതായത് നമുക്ക് ഒരു മെഡിക്കൽ റൈറ്ററായിട്ട് വർക്ക് ചെയ്യാം. അതായത് മെഡിക്കൽ റിലേറ്റഡ് കണ്ടൻറ്റ് റൈറ്റ് ചെയ്യാനും അത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ. പിന്നെ നമുക്ക് ലീഗൽ ഹെൽത്ത് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. ലീഗൽ കേസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഈ കരിയർ ഓപ്ഷൻസ്, ഡിഫറെൻറ്റ് കരിയർ ഓപ്ഷൻസ് നമുക്ക് നഴ്സിംഗിൽ അവൈലബിൾ ആണ്. അപ്പം ഇത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അത് ചൂസ് ചെയ്യാം. ഇപ്പം നഴ്സിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായി മാറിയിരിക്കുകയാണ്. അതായത് ഇപ്പം യൂറോപ്യൻ കൺട്രീസിലായാലും ഇന്ത്യയിലായിരുന്നാലും US എല്ലാം 45 ലക്ഷത്തോളം നേഴ്സുമാർ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. ഇതിൽ WHO കണക്കനുസരിച്ച് ഇപ്പോൾ ഒരു 1000 ആൾക്കാരെടുക്കുകയാണെങ്കിൽ അവർക്ക് 3 നേഴ്സ് എന്നുള്ള രീതിയിലാണ് WHO കണക്ക്. ബട്ട് നമ്മുടെ ടോട്ടൽ നേഴ്സസിനെ എടുക്കുകയാണെങ്കിൽ അതിൽ 2.06 നേഴ്സസ് പെർ 1000 പീപ്പിൾ എന്നൊരു കണക്കിലാണ് ഇപ്പം വന്നിരിക്കുന്നത്. അതായത് ഈ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ നഴ്സിംഗ് മേഖലകളിൽ ഷോർട്ടേജ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്.
അപ്പം നഴ്സിങ്ങിൽ അതുകൊണ്ട് ഇത് കണക്കുകൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നഴ്സിംഗ് കരിയർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻസ് അല്ലെങ്കിൽ കരിയർ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് അതായത് ഒരു ഫ്യൂച്ചർ ഒരു ജോബ് നല്ലൊരു ജോബ് കിട്ടണം എന്നുള്ളവർക്ക് നഴ്സിംഗ് കരിയർ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും രീതിയിൽ ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.